Hello friends, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോണിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല 5 ആപ്ലിക്കേഷനുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനു മുമ്പ് പല സുഹൃത്തുക്കളും എനിക്ക് എഴുതി ചോദിച്ചിട്ടുണ്ട് ഞാൻ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് എൻ്റെ യൂട്യൂബ് വീഡിയോകളിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത്. ആ ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നതാണ്. അതിനോടൊപ്പം തന്നെ മറ്റ് 4 ആപ്ലിക്കേഷനുകളും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല ആപ്ലിക്കേഷനുകളാണ് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാനിവിടെ 5 സ്ക്രീൻ റെക്കോർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൽ 5th പൊസിഷനിലുള്ള സ്ക്രീൻ റെക്കോർഡർ ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുകയാണ്. പ്ലേ സ്റ്റോറിൽ REC സ്ക്രീൻ റെക്കോർഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 5 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷനുകളായി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഫുൾ HD ആണോ HD ആണോ നിങ്ങൾക്ക് വീഡിയോ ഔട്ട്പുട്ട് വേണ്ടത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡ്യൂറേഷൻ നോക്കാം. ഓഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓഡിയോ ടിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഫയൽ നെയിം കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം കൂടുതൽ സെറ്റിംഗ്സിനായിട്ട് ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നോർമൽ സ്ക്രീൻ റെക്കോർഡറിലുള്ള എല്ലാ ഓപ്ഷനുകളും നിങ്ങൾക്ക് ഇതിലും ലഭിക്കും. ഇതിന്റെ പ്രോ വേർഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫംഗ്ഷനുകൾ ലഭിക്കുന്നതാണ്. എന്നാൽ നോർമൽ ആയിട്ടുള്ള സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാനായിട്ട് ഈ ആപ്ലിക്കേഷന്റെ ഫ്രീ വേർഷൻ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. റെക്കോർഡ് ചെയ്യാനായിട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 10 സെക്കൻഡ് കൗണ്ട് ഡൗൺ വരും. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ആകുന്നതാണ്. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ബാറിൽ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നത് കാണാൻ സാധിക്കും. 5 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 5 മിനിറ്റ് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വീണ്ടും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആകുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ അഡ്വർടൈസ്മെന്റുകൾ വരുന്നതാണ്. ഇപ്പോൾ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്തത് നമ്മുടെ മൊബൈലിന്റെ ഗാലറിയിലേക്ക് ഇപ്പോൾ സേവ് ആയിട്ടുമുണ്ട്. ഇതാണ് 5ാം പൊസിഷനിലുള്ള ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് 4th പൊസിഷനിലുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്ക്രീൻ റെക്കോർഡർ ഫ്രീ നോ ആഡ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ വന്നിട്ട് അധികം ദിവസമായില്ല എങ്കിലും ഇതിന് 100,000 ഡൗൺലോഡ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. റേറ്റിംഗ് 4.2 ആണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ സെറ്റിംഗ്സ് കാണാം. ഇവിടെ നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ സെറ്റിംഗ്സ് ഇവിടെ ചെയ്യാൻ സാധിക്കും. അതേപോലെ കൺട്രോൾ സെറ്റിംഗ്സ് ഇവിടെയായിട്ട് നിങ്ങൾക്ക് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. എത്ര റെസൊല്യൂഷനിലാണ് നിങ്ങൾക്ക് വീഡിയോ ഔട്ട്പുട്ട് വേണ്ടതെന്ന് ഇവിടെ സെറ്റ് ചെയ്യാം. ഫ്രെയിംസ് എത്ര വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണോ വേണ്ടയോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ ശേഷം റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ താഴെയായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ബ്ലൂ ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു സെറ്റിംഗ്സ് ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് ക്ലോസ് ചെയ്യാം. അതേപോലെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോകൾ കാണണമെങ്കിൽ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതേപോലെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കാം. വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ റെക്കോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആകുന്നതാണ്. നോക്കുക, ഇവിടെ കാണാൻ സാധിക്കും റെക്കോർഡിംഗ് ഇവിടെ നടക്കുന്നത് കാണാം. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും. അതിനുശേഷം മുകളിലായിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത വീഡിയോ ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിത് ഇവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 3rd പൊസിഷനിലുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയാണ്. നിങ്ങൾക്ക് ഇവിടെ മൊബിസൺ സ്ക്രീൻ റെക്കോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. 10 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ റേറ്റിംഗ് 4.1 റേറ്റിംഗ് ഉള്ള ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ നിന്നും ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് ഓപ്ഷൻ ലഭിക്കും. അതേപോലെ സെറ്റിംഗ്സ് ലഭിക്കും. സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ഞാൻ സെറ്റിംഗ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സെറ്റിംഗ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷനുകളുണ്ട്. അതിൽ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ടുള്ള ഓപ്ഷൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ സെറ്റിംഗ്സ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത്, അതേപോലെ എത്ര ഫ്രെയിമിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോന്നും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് ഫേസ് ക്യാം ഓപ്പൺ ആക്കണമെങ്കിൽ ഇവിടെ നിന്നും ഓപ്പൺ ആക്കാൻ സാധിക്കും. നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് മൊബൈൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഓപ്ഷനും ഇവിടെ ലഭിക്കും. ഇനി നമുക്ക് ഇവിടെ നിന്ന് റെക്കോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. നോക്കുക, സ്റ്റാർട്ട് നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ നോക്കുക, റെക്കോർഡിംഗ് ഇൻ പ്രോഗ്രസ് എന്നിവിടെ എഴുതി വന്നിട്ടുണ്ട്. ഇത് പോസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് പോസ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് 2nd പൊസിഷനിലുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയാണ്. ADV സ്ക്രീൻ റെക്കോർഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ഈ വീഡിയോയിൽ 2nd പൊസിഷനിൽ വന്നിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ വളരെ നല്ല ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് ഞാൻ ആദ്യം
സമയങ്ങളിൽ എൻ്റെ മൊബൈൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആപ്ലിക്കേഷനാണ്. എന്നാൽ ഇതിനുശേഷം എനിക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ലഭിച്ചപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. 1 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ, 4.4 റേറ്റിംഗ് ഉള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഈ ആപ്ലിക്കേഷന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറെ ഓപ്ഷനുകൾ ലഭിക്കും. ഇവിടെ സെറ്റിംഗ്സ്, ട്യൂട്ടോറിയൽസ്, കുറെ ഓപ്ഷനുകൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയാണ്. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ യൂസ് സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ എത്രയാണോ അത്രയും റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ വീഡിയോ ഫ്രെയിം റേറ്റ് എത്രയാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ 30 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഡിയോ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത്. അതിനുശേഷം റെക്കോർഡ് ചെയ്യാനായിട്ട് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു വീഡിയോയുടെ ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുന്നതാണ്. വീഡിയോ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ ഭാഗത്ത് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോ വരും. അതേപോലെ തന്നെ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിന്ന് ഇത് ട്രിം ചെയ്യാൻ സാധിക്കും, ഷെയർ ചെയ്യാൻ സാധിക്കും, ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിത് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനിയും ഫസ്റ്റ് പൊസിഷനിലുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. AZ സ്ക്രീൻ റെക്കോർഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഫസ്റ്റ് പൊസിഷനിലുള്ളത്. 5 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷനാണ്. 4.5 റേറ്റിംഗ്സ് ഉള്ള ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ലഭിക്കും. അതേപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. നിങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോകൾ കാണാനുള്ള ഓപ്ഷൻ ലഭിക്കും. അതേപോലെ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഞാനിവിടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക, സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും കുറെ ഓപ്ഷനുകൾ ലഭിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. വീഡിയോ ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും, റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കും, അങ്ങനെ ഓറിയന്റേഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ സെലക്ട് ചെയ്യാം, ഓഡിയോ വേണ്ട വീഡിയോ മാത്രം റെക്കോർഡ് ചെയ്താൽ മതിയെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിന്റെ പ്രോ വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ പ്രോ വേർഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. ഫ്രീ വേർഷനിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഓപ്ഷനുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫ്രീ വേർഷനിൽ നിങ്ങൾ ഫ്രീ വേർഷൻ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീ വേർഷൻ ഇഷ്ടപ്പെടും. ഞാൻ ഇവിടെ നിന്നും റെക്കോർഡ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, ഇവിടെ കൗണ്ട് ഡൗൺ വരുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നോക്കുക, വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഡ്രോ ചെയ്യണമെങ്കിൽ ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീഡിയോ റെക്കോർഡ് ആയതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇതേപോലെ വരുന്നതാണ്. ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിത് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യുക. സെലക്ട് ചെയ്ത 5 വീഡിയോ റെക്കോർഡിംഗ് ആപ്ലിക്കേഷനുകൾ. ഈ ആപ്ലിക്കേഷനുകളിൽ പറഞ്ഞ പോലെ തന്നെ ഈ ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ ബെസ്റ്റ് ആപ്ലിക്കേഷനുകളാണ്. എന്നാൽ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷനാണ് ഇതിൽ ഫസ്റ്റ് നമ്പറിൽ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ എല്ലാം ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷനുകളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. റൂട്ട് ചെയ്യാത്ത ഫോണുകളിലും വർക്ക് ചെയ്യും ഈ ആപ്ലിക്കേഷനുകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ